Welcome to plus 2 mathematics classes, chapter 6, application of derivatives. Exercise 6.3 le 18th question aanu ini cheyanulladu. 18th question, for the curve y is equal to 4x cube minus 2x raised to 5, find all the points at which the tangent passes through the origin. അപ്പോൾ കർവിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പോയിന്റ്സ് ആണ്. പോയിന്റ്സ് ടാൻജന്റ് കടന്നു പോകുന്ന പോയിന്റ്സ്, അത് ആ ടാൻജന്റ് ഒറിജിനിൽ കൂടിയും കടന്നു പോയിരിക്കണം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യന്റെ മീനിങ്. നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം. എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു, ഒരു കർവിന്റെ ഒരു ടാൻജന്റ്. അപ്പൊ ഈ ടാൻജന്റ് കടന്നു പോകുന്നത് പോയിന്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഈ ഏത് പോയിന്റ് കൂടി പാസ് ചെയ്യുന്നു, ഈ പോയിന്റ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ആ ടാൻജന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പാസസ് ത്രൂ ദ ഒറിജിൻ ഓൾസോ, ഒറിജിനിൽ കൂടിയും അത് കടന്നു പോകും അല്ലെ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഫോർ ദ കർവ് y is equal to 4x cube minus 2x raised to 5. അതാണ് കർവിന്റെ ഇക്വേഷൻ. ഫൈൻഡ് ഓൾ ദ പോയിന്റ്സ് അറ്റ് വിച്ച് ദ ടാൻജന്റ് പാസസ് ത്രൂ ദ ഒറിജിൻ. ഓക്കെ, അപ്പൊ ഇതിന് നമുക്ക് ഈ ടാൻജന്റ് പാസ് ചെയ്യുന്ന പോയിന്റിന് നമുക്ക് എ ബി എന്നെടുക്കാം. ഓക്കെ, ഇനിയുള്ള ഇക്വേഷൻസ് എല്ലാം അത് വെച്ച് ചെയ്യാം. എ ബി എന്ന പോയിന്റ് ഏതൊക്കെ എ ബികളുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ y തന്നിരിക്കുന്ന y ആദ്യം എഴുതി വെക്കാം. y is equal to 4x cube minus 2x raised to 5. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും. ഈ ടാൻജന്റിന്റെ സ്ലോപ്പ് കിട്ടും, ഈ വരച്ചിരിക്കുന്ന ടാൻജന്റിന്റെ സ്ലോപ്പ്. നമുക്ക് dy by dx നോക്കാം. dy by dx is equal to 12x square minus 10x raised to 4. ഇതാണ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കിട്ടുന്നത് അല്ലെ. അപ്പൊ ഈ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ പോയിന്റിലെ ടാൻജന്റിന്റെ സ്ലോപ്പാണ്. അപ്പം ആ സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ dy by dx സ്ലോപ്പ് ആണ്. സ്ലോപ്പ് അറ്റ് ആ പർട്ടിക്കുലർ പോയിന്റ് എ ബിയിലെ സ്ലോപ്പ് എന്ന് പറയുമ്പം നമുക്ക് എന്ത് കൊടുത്താൽ മതി? dy by dx is equal to, അല്ലെങ്കിൽ സ്ലോപ്പ് is equal to ഈ എ ബി എന്നുള്ള പോയിന്റ് ഈ കർവിൽ കൊടുത്താൽ മതി. അപ്പം y എന്നൊരു വേരിയബിൾ ഇല്ല, അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി? എക്സിനും 2x ആണ് കിടക്കുന്നത്, എക്സിനെങ്കിൽ a കൊടുത്താൽ മതി. അപ്പൊ 12a സ്ക്വയർ മൈനസ് 10a raised to 4. ഇത് നമുക്ക് സ്ലോപ്പ് ആയിട്ട് കിട്ടി അല്ലേ. അതായത് dy by dx is equal to 12a സ്ക്വയർ മൈനസ് 10a raised to 4 എന്ന് കിട്ടി. ഇനി നമുക്ക് ഈ ഇക്വേഷൻ, ഈ ടാൻജന്റിന്റെ ഇക്വേഷൻ ഒന്ന് നോക്കാം. ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ്. ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റിന്റെ ആ ഒരു ഫോർമുല പഠിച്ചു വെച്ചതാണ്. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് എന്താണ്? y മൈനസ് y1 is equal to സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് x1. ഏതൊരു സ്ട്രേറ്റ് ലൈനിന്റെയും ഇക്വേഷൻ നമുക്കറിയാം. അത് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ആദ്യം നോക്കിയതാണ്. y മൈനസ് y1 is equal to m ഇൻറ്റു എക്സ് മൈനസ് x1. അപ്പൊ m ഉണ്ട് കയ്യില് അല്ലെ. m ഇതാണ് സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ് എ ബി. ഇനി എ ബി എന്ന പോയിന്റുകളും ഉണ്ട്. y1 എന്ന് പറയുന്നത് b എന്ന പോയിന്റ് ആണ്, x1 എന്ന് പറയുന്നത് എ എന്ന പോയിന്റ് ആണ്, എം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമുക്ക് അതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. y മൈനസ് ബി is equal to 12a square minus 10a raised to 4 into x minus a. ഇതാണ് ഇക്വേഷൻ ഓഫ് ദിസ് ടാൻജന്റ് എന്ന് പറയുന്നത്. നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ടാൻജന്റിന്റെ ഇക്വേഷൻ. എപ്പോഴും എയിം എന്തായിരിക്കണം, എയിം എന്താണെന്നുള്ളത് മനസ്സിലുണ്ടാവണം. എയിം എന്ന് പറയുന്നത് എ ബി എന്ന പോയിന്റ്സ് ഏതൊക്കെയാണ് എന്ന് കണ്ടുപിടിക്കുക എന്നാണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് 2-3 വേരിയബിൾ ഉള്ളത് കൊണ്ട് എന്തായാലും വേറെ പല കാര്യങ്ങളുടെയും സഹായം വേണം. അപ്പം ഇത് ഈ ഇക്വേഷൻ എഴുതി വെച്ചിരിക്കുന്നത് ഈ സ്ട്രൈറ്റ് ലൈനിന്റെ, ഈ ഒരു ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്ന സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ 0 കൊടുത്താലും ഇത് സാറ്റിസ്ഫൈ ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് എഴുതാം സിൻസ് ദിസ് ടാൻജന്റ്, ഇത് ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ്. ഈ ടാൻജന്റ് പാസസ് ത്രൂ ഏതിലെ കൂടെ പാസ് ചെയ്യുന്നു? ഒറിജിനിൽ കൂടി പാസ് ചെയ്യുന്നു. 0. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ വൈക്ക് 0 കൊടുക്കാം, ഈ എക്സിന് 0 കൊടുക്കാം. ഓക്കെ, അപ്പൊ 0 മൈനസ് ബി ഇസ് ഈക്വൽ ടു 12a സ്ക്വയർ മൈനസ് 10a raised to 4 ഇൻറ്റു 0 മൈനസ് എ. അപ്പൊ നമുക്ക് ഇതിനെ ഈ ഇക്വേഷനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. മൈനസ് ബി ഇസ് ഈക്വൽ ടു 12a സ്ക്വയർ മൈനസ് 10a raised to 4 ഇൻറ്റു മൈനസ് എ. അപ്പൊ ഈ രണ്ട് സ്ഥലത്തെയും മൈനസ് അങ്ങ് ക്യാൻസൽ ചെയ്യാം. ബി ഇസ് ഈക്വൽ ടു എ കൊണ്ട് അകത്തേക്ക് ഗുണിക്കാം. 12a ക്യൂബ് മൈനസ് 10a raised to 5. നമുക്കിതൊരു ഇക്വേഷൻ നമ്പർ 1 ആയിട്ടോടെ മാർക്ക് ചെയ്യാം. അപ്പൊ ബി ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഈ ഒരു സ്ലോപ്പിന്റെ ടാൻജന്റിന്റെ ഇക്വേഷനിൽ നിന്നാണ് നമുക്കിത് കിട്ടിയത്.
ഇനി നമുക്ക് ആ പടത്തിലേക്ക് ഒന്ന് നോക്കാം വീണ്ടും. ഈ ടാൻജന്റിന്റെ ഇക്വേഷനിൽ നിന്നാണ് ബി ഈസ് ഈക്വൽ ടു എന്നും പറഞ്ഞ് നമ്മളിപ്പോൾ എഴുതിയത്. ഈ ടാൻജന്റ് ഈ എ ബി എന്ന പോയിന്റ് ഈ സ്ട്രെയിറ്റ് ലൈനിൽ ഈ ഒരു കർവിലെയും ഒരു പോയിന്റ് അല്ലേ? y ഈസ് ഈക്വൽ ടു 4x³ - 2x⁵ എന്ന പോയിന്റിൽ എന്ന കർവിലെ ഒരു പോയിന്റ് ആണ് എ ബി. അപ്പം ഈ yക്ക് പകരം ബി കൊടുക്കാം, ഈ എക്സിന് പകരം എ കൊടുക്കാം. ഓക്കെ, ഈ കർവിലെ ഒരു പോയിന്റ് ആയതുകൊണ്ട് ആ പോയിന്റ് ഇതിനകത്ത് സാറ്റിസ്ഫൈ ചെയ്യും. കർവിലെ പോയിന്റുമാണ് എ ബി, ടാൻജന്റിലെ പോയിന്റുമാണ് എ ബി. ടാൻജന്റിലെ പോയിന്റ് ആണെന്ന് വെച്ചുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ബി ഈക്വൽ ടു എന്ന് പറഞ്ഞ് കിട്ടിയതും അതിനകത്ത് 0 0 എന്ന് പറഞ്ഞു കൊടുത്തതും ഒക്കെ. പക്ഷെ ഇനി ഈ കർവിലെ ഒരു പോയിന്റ് ആയതുകൊണ്ട് അങ്ങനെയും നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് റീസൺ എഴുതാൻ പറ്റുന്നത്? സിൻസ് എ ബി ഇസ് എ പോയിന്റ് ഓൺ ദ കർവ്, നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കർവ് അല്ലെ ഒരു പോയിന്റ് ആണ് എ ബി, 4x³ - 2x⁵. അപ്പൊ നമുക്ക് yക്ക് പകരം എന്ത് കൊടുക്കാം? ബി ഈസ് ഈക്വൽ ടു 4a³ - 2a⁵ എന്ന് എഴുതാം. അതിനെ രണ്ടാമത്തെ ഇക്വേഷൻ ആക്കി എഴുതാം. അപ്പൊ 1ഉം 2ഉം കൂടി കമ്പയർ ചെയ്യാലോ, രണ്ടും കൂടി ഈക്വൽ ആയിട്ട് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഫ്രം 1 and 2 to 12a³ - 10a⁵ is equal to 4a³ - 2a⁵. നമുക്ക് രണ്ട് സൈഡിൽ നിന്നും a³ ഇങ്ങ് പുറത്തെടുക്കാം, ഒരു 2a³ പുറത്തെടുക്കാം അല്ലെ. 2a³ പുറത്തെടുത്താൽ 6 - 5a² is equal to 2a³ പുറത്തെടുക്കുന്നു. 2a³ is equal to into 2 minus a². നമുക്ക് ഈ 2a³ അങ്ങ് ക്യാൻസൽ ചെയ്യാം. ഈ ക്യാൻസൽ ചെയ്യുന്നതിന് വേറൊരു മീനിങ്ങും കൂടി ഉണ്ട്. രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്യുന്നതിന് ഒരു മീനിങ്ങും കൂടി ഉണ്ട്. a is equal to 0 or 6 minus 5a² is equal to 2 minus a². ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. 6 2 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. 4 is equal to -5 അപ്പുറത്തേക്ക് കൊണ്ടുപോകും. 5a² ആകും 4a². That is a² is equal to 1, a is equal to plus or minus 1. അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് എന്തൊക്കെ പോയിന്റ്സ് കിട്ടി? എയുടെ വാല്യൂ എന്തൊക്കെ കിട്ടി? a is equal to 0 കിട്ടി, +1 കിട്ടി, -1 കിട്ടി. അപ്പൊ ഈ ഓരോ പോയിന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ബി ഉണ്ടാവും അല്ലെ. എ ബി എന്ന പോയിന്റിലെ നമ്മുടെ എ ബി എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എയുടെക്ക് തന്നെ 3 വാല്യൂസ് കിട്ടി. അതിന് ഓരോന്നിനും നമുക്ക് ബി കണ്ടുപിടിക്കണം. ബിയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻ 1ഉം 2ഉം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ബി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഏതെങ്കിലും ഒന്നെടുക്കാം. b equal to 4a³ - 2a⁵. അതെടുക്കാം. അപ്പം a equal to 0 ആണെങ്കിൽ b equal to 0 നമുക്ക് പറഞ്ഞിരുന്നു. അത് ഒറിജിനൽ കൂടി പാസ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു അല്ലെ. അപ്പം b equal to 0 എന്ന ഒറിജിനൽ കൂടിയും ഒറിജിനലിലെ ഒരു പോയിന്റും ആണ്. പിന്നെ +1. അപ്പൊ അതിനകത്തുള്ള തിയറി പാർട്ട് കൺസെപ്റ്റിലോട്ട് പോകണ്ട. നമുക്ക് കിട്ടി a equal to 3 പോയിന്റ് കിട്ടി. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബിയുടെ വാല്യൂസ് നോക്കിയാൽ മതി. നമുക്ക് b equal to 0 വന്നു. അതുപോലെ എക്ക് +1 കൊടുത്താലോ, എക്ക് +1 കൊടുക്കുമ്പോൾ 4 - 2 വരും, 2 വരും. അതുപോലെ എക്ക് -1 കൊടുക്കുമ്പോൾ -4 - -2 വരും. that is +2 which is equal to -2. The points answer എന്തൊക്കെയാണ്? The points are 0 0 a b ആണ് പോയിന്റ്സ്. 0 0 1 2 -1 -2. അപ്പൊ ഈ 3 പോയിന്റ്സ് ആണ് ഈ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതായത് ടാൻജന്റ്, അത് അവിടെ ടാൻജന്റ് വരച്ചാൽ അത് ഒറിജിനൽ കൂടിയും പാസ് ചെയ്യും എന്നുള്ള കണ്ടീഷനിലുള്ള. അപ്പൊ എപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാലും ഒരു പടം വരച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ആ മീനിങ് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. മീനിങ് മനസ്സിലാകാതെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അടുത്ത 19th question. Find the points on the curve x² + y² - 2x - 3 is equal to 0 at which the tangents are parallel to the x-axis. അപ്പൊ നമുക്ക് ഈ പടം ഒന്ന് വരച്ച് നോക്കാം. x-axis, y-axis, കർവിന്റെ ഇക്വേഷൻ, അതിലെ ഒരു പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റിൽ ടാൻജന്റ്. ഈ കർവിന്റെ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. x² + y² - 2x - 3 is equal to 0. നമുക്ക് ഒന്ന് എഴുതി നോക്കാം. x² + y² -
2x minus 3 equal to 0. പിന്നെ അതിൽ ഒരു dy by dx കണ്ടുപിടിച്ചാൽ ആ dy by dxന്റെ മീനിങ് എന്താ? ഈ ഒരു പോയിന്റിലെ ഈ ഒരു ടാൻജന്റ്, അതായത് ടാൻജന്റിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞുകൊണ്ട് ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പൊ ഇവിടുത്തെ സ്ലോപ്പ് എന്തായിരിക്കും? പാരലൽ ടു എക്സ് ആക്സിസ് ആണെങ്കിൽ സ്ലോപ്പ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ ഒരു പോയിന്റിലെ സ്ലോപ്പ് is equal to 0. അപ്പൊ നമുക്ക് ആ 0 എന്ന് പറഞ്ഞ സ്ലോപ്പ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. സ്ലോപ്പ് നമുക്കറിയാം dy by dx ആണെന്നല്ലേ. ഈ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? ഡെറിവേറ്റീവ് എടുത്താൽ മതി. 2x plus 2y dy by dx minus 2 is equal to 0. മൈനസ് 3യുടെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്ന രീതി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതാണ്. കാര്യം y is equal to എന്ന് അല്ലാതെ വരുവാണെങ്കിൽ ഒരു ടേം ബൈ ടേം ആയിട്ട് അങ്ങ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഇതിനകത്തുനിന്ന് dy by dx എഴുതണം. ഇനി എല്ലാത്ത ടേമിലും 2 ഉണ്ടല്ലേ, 2 ഒന്ന് ക്യാൻസൽ ചെയ്യാം. അപ്പം y dy by dx is equal to റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2 മൈനസ് 2 ഇല്ല, ഇത് 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. 1 മൈനസ് എക്സ്, that is dy by dx is equal to 1 minus x divided by y. ഇതാണ് ഡെറിവേറ്റീവ്, അതായത് dy by dx സ്ലോപ്പ് എന്ന് പറയുന്നത്. ഇനി സ്ലോപ്പ് എന്ന് പറയുന്ന പോയിന്റ് ആണ്. നമുക്കിതൊരു പോയിന്റ് കൂടെ എടുത്താണെങ്കിൽ എ ബി എന്ന പോയിന്റ് എടുക്കാം. ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എയിം എന്താണ്? എയിം ഈസ് ടു ഫൈൻഡ് the points on the curve. ഈ പോയിന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെയും എയിം. എ ബി എന്ന് പറയുന്ന പോയിന്റ് കണ്ടുപിടിക്കുക. ഫൈൻഡ് the points on the curve at which the tangents are parallel to x axis. അപ്പൊ എ ബി കണ്ടുപിടിക്കാനായിട്ട് എ ബി എവിടെ മാർക്ക് ചെയ്തു? നമുക്ക് സ്ലോപ്പ് നമ്മൾ കണ്ടുപിടിച്ചു 1/x മൈനസ് y ആണ്. അപ്പം at the point എ ബിയിൽ ആ സ്ലോപ്പ് എന്താണ്? 1 മൈനസ് എ ബൈ ബി അല്ലെ. എക്സിന് എ കൊടുക്കാം, വൈക്ക് ബി കൊടുക്കാം. അതാണ് സ്ലോപ്പ് എം. But m is equal to 0. അല്ലെ, സ്ലോപ്പ് 0 ആണ്. ടാൻജന്റ് പാരലൽ ടു എക്സ് ആക്സിസ് ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 മൈനസ് എ ബൈ ബി ഇസ് ഈക്വൽ ടു 0. അപ്പൊ ബിയുടെ വാല്യൂ അറിയില്ല, എന്തായാലും 1 മൈനസ് എ 0 ആയിരിക്കും. അതുകൊണ്ടല്ലേ ഇത് 0 ആയത്. 1 മൈനസ് എ 0 ആയിരിക്കും. എയുടെ വാല്യൂ എന്താണെന്ന് വന്നു? 1 എന്ന് വന്നു. എയുടെ വാല്യൂ 1 ആണെങ്കിൽ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. എന്താ കാര്യം? എ ബി എന്ന് പറയുന്ന പോയിന്റ് എവിടത്തെയാണ്? ആ കർവിലെ പോയിന്റ് ആണ്. കർവിന്റെ ഇക്വേഷൻ ഇതാണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 2x മൈനസ് 3 ഇസ് ഈക്വൽ ടു 0. അപ്പൊ എക്സിന് നമുക്ക് എയും കൊടുക്കാം, വൈയുടെ വാല്യൂ ബിയും കൊടുക്കാം. എക്സിന് എയും വൈയുടെ വാല്യൂ ബിയും കൊടുത്താൽ അത് സാറ്റിസ്ഫൈ ചെയ്യും. കാര്യം ഈ എ ബി എന്ന പോയിന്റ് ഈ കർവിലെ ഒരു പോയിന്റ് ആണ്. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ 1 സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2 into 1 minus 3 is equal to 0. That is 1 plus b square minus 2 minus 3 is equal to 0, which is equal to b square minus 4 is equal to 0. b square is equal to 4. b is equal to plus or minus 2. അപ്പോൾ എയുടെ വാല്യൂ 1 വന്നപ്പോൾ ബിയുടെ വാല്യൂ എന്ത് വന്നു? പ്ലസ് 2 വന്നു ഓർ മൈനസ് 2 വന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ആ പോയിന്റ്സ് എഴുതാം? 1, 2 and 1 minus 2 are the points at which the tangent is parallel to x-axis. Next, 20th question. Find the equation of the normal at the point am square am cube for the curve ay square equal to x cube. കർവിന്റെ ഇക്വേഷൻ ഇതാണ്. ay square is equal to x cube. അതിലൊരു പോയിന്റ് ആണ് തന്നിരിക്കുന്നത്. ആ തന്നിരിക്കുന്ന പോയിന്റിലെ നോർമലിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആ പടം ജസ്റ്റ് ഫിഗറായിട്ടൊന്ന് വരയ്ക്കാം. പടം വരച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പടം വരയ്ക്കുന്നത് നല്ലതായിരിക്കും. എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു, ഒരു കർവ് വരയ്ക്കുന്നു. കർവിലെ നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യണം. അതായത് ഈ പോയിന്റ് എ എം സ്ക്വയർ എ എം ക്യൂബ്. ഈ പോയിന്റിലെ നോർമലിന്റെ ഇക്വേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ നോർമൽ അറ്റ് ദ പോയിന്റ്. അപ്പോൾ ഈ ഇക്വേഷൻ നോർമൽ, ഈ ഇക്വേഷൻ ടാൻജന്റ് നമുക്കറിയാം. ഇങ്ങനെയാണ് ഈ ടാൻജന്റ് വരയ്ക്കുന്നത്. ഇങ്ങനെയാണ് ആ പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതാണ് ടാൻജന്റ്. എന്നിട്ട് ആ പോയിന്റിലെ, ഇതാണ് പോയിന്റ്, ആ പോയിന്റിലെ നോർമലിന്റെ ഇക്വേഷൻ. അപ്പോൾ ആ ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ് നോർമൽ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതാണ് നോർമൽ. ഈ നോർമലിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് വേണ്ടത്. അതിന്റെ ഇക്വേഷന്റെ ഫോർമാറ്റും നമ്മൾ പഠിച്ചതാണ്. y minus y1 is equal to minus 1 by m into x minus x1. m എന്ന് പറഞ്ഞ സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ ഉണ്ടെങ്കിൽ, പോയിന്റ് നമ്മുടെ ഉണ്ട്, ആ സ്ലോപ്പും കൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഇക്വേഷനിൽ കൺവേർട്ട് ചെയ്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇവിടെ സ്ലോപ്പിന് നമുക്ക് m1 എന്ന് എടുക്കാം. കാര്യം ഈ പോയിന്റിനകത്ത് ഒരു m കിടക്കുന്നുണ്ട്, കൺഫ്യൂഷൻ ആവണ്ട. സ്ലോപ്പ് is equal to m1. സ്ലോപ്പ് m1 is equal to സ്ലോപ്പ് എന്തായിരിക്കും? dy/dx ആയിരിക്കും അല്ലേ. അപ്പോൾ dy/dx ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കാം. ഇതാണ് കർവിന്റെ ഇക്വേഷൻ. ay² is equal to x³ a into 2y dy/dx is equal to 3x². അപ്പോൾ dy/dx മാത്രം എഴുതാം. dy/dx is equal to 3x²/2ay. ഓക്കെ, ഇതാണ് സ്ലോപ്പ് m1 എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് ദ പോയിന്റ്, എവിടത്തെയാണ് പോയിന്റ് പറയുന്നത്? അറ്റ് ദ പോയിന്റ് am²am³ ഇതാണ് പോയിന്റ്. അപ്പോൾ അതായത് എക്സിന് പകരം am² കൊടുക്കണം, വൈക്ക് പകരം am³ കൊടുക്കണം. സ്ലോപ്പ് dy/dx m1 is equal to dy/dx is equal to 3 into എക്സിന് പകരം എന്ത് കൊടുക്കണം എന്ന് പറഞ്ഞു? am² കൊടുക്കണം. am² the whole square divided by 2a into y. yക്ക് പകരം am³ കൊടുക്കണം. which is equal to 3 into a² m raised to 4 divided by 2a² m³. അപ്പം ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ട് a² ക്യാൻസൽ ചെയ്ത് പോകും. 3m/2 ആണ് നമുക്ക് സ്ലോപ്പ് കിട്ടുന്നത് അറ്റ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിലെ ഏത് പോയിന്റിലെ? ഈ ഒരു പോയിന്റിലെ സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പം ആ നോർമലിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? നോർമലിന്റെ ഇക്വേഷൻ ഓഫ് ദ നോർമൽ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ ഓഫ് നോർമൽ is equal to y minus y1 is equal to -1/m. m എന്ന് പറഞ്ഞാൽ ഇവിടെ m1 ആണ് സ്ലോപ്പ്. x minus x1. ഈ y1ന് പകരം നമുക്ക് പോയിന്റ് ഉണ്ട് അല്ലേ? ഏതാണ്? am³. x1ന് പകരവും പോയിന്റ് ഉണ്ട് am². m1ന് പകരം എന്ത് പോയിന്റ് ഉണ്ട്? 3m/2 എന്ന പോയിന്റ്. അപ്പം ഇത്രയും വാല്യൂസ് നമുക്ക് കൊടുത്താൽ ഇക്വേഷൻ കിട്ടും. അത് അറേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇക്വേഷൻ എഴുതാം. ഇതാണ് നമുക്ക് ആ ഇക്വേഷൻ അറേഞ്ച് ചെയ്തും കിട്ടുന്നത്. ഫൈനൽ ആൻസർ 2x plus 3my minus am² into 3m² plus 2 is equal to 0. അടുത്തത് 21th question. Find the equation of the normal to the curve y is equal to x³ plus 2x plus 6 which are parallel to the line x plus 14y plus 4 is equal to 0. ഇപ്പം നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളതും ഇക്വേഷൻ ഓഫ് ദ നോർമൽ ആണ്. നോർമലിന്റെ പ്രത്യേകത നോർമൽ പാരലൽ ടു ദ ലൈൻ എക്സ് പ്ലസ് 14y പ്ലസ് 4 is equal to 0. നമുക്ക് ഇന്നലെ പടം ഒന്ന് വരച്ച് നോക്കാം. എക്സ് ആക്സിസ് വൈ ആക്സിസ്, അതിന്റെ കർവിന്റെ ഇക്വേഷൻ, കർവിനകത്തെ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ ടാൻജന്റ് വരയ്ക്കാം. പോയിന്റ് മാർക്ക് ചെയ്തു, പോയിന്റിന്റെ ടാൻജന്റ് വരച്ചു. ആ ടാൻജന്റിന് അതേ പോയിന്റിൽ കൂടി പാസ് ചെയ്യാം. ടാൻജന്റിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്നതാണ് നോർമൽ. ആ പോയിന്റിൽ കൂടി വരയ്ക്കുന്ന നോർമൽ. ഈ നോർമലിന്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ വരച്ച നോർമലിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ നോർമലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് പാരലൽ ടു അനദർ ലൈൻ എക്സ് പ്ലസ് 14y പ്ലസ് 4 is equal to 0. അപ്പൊ നമുക്ക് ഇതാണ് ഈ ഇക്വേഷൻ. എക്സ് പ്ലസ് 14y പ്ലസ് 4 is equal to 0. കർവ് y is equal to x³ plus 2x plus 6. ഇതാണ് കർവ്. ഈ ഒരു നോർമലിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. ഈ നോർമൽ ഈ ഒരു സ്ട്രെയിറ്റ് ലൈന് പാരലൽ ആണെന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ലൈനിന്റെ പാരലൽ ആയിട്ട് വരുന്ന മറ്റൊരു ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കും? ഇക്വേഷൻ ഓഫ് ദ നോർമൽ നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ എന്ന പാഠത്തിൽ പഠിച്ചിരിക്കുന്നതാണ്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈന് നോർമലായിട്ട് ഈ ഒരു പാരലായിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ ഇക്വേഷനിൽ ഈ എക്സും വൈയുടെ ഒക്കെ കോഎഫിഷ്യന്റ് ഒക്കെ സെയിം ആയിരിക്കും. എവിടെ മാത്രമേ വ്യത്യാസമുള്ളൂ? കോൺസ്റ്റന്റിൽ മാത്രമേ വ്യത്യാസമുള്ളൂ അല്ലെ. അപ്പം ഇക്വേഷൻ ഓഫ് ദ നോർമൽ ഇപ്പൊ ഈ ഒരു ലൈനിന് പാരലൽ ആയിട്ടാണെങ്കിൽ അതേ എക്സിന്റെ കോഎഫിഷ്യന്റ് അതേ വൈയുടെ കോഎഫിഷ്യന്റ്, പക്ഷേ ഈ കെ എന്ന പോയിന്റ് അതായത് കോൺസ്റ്റന്റിന്റെ സ്ഥലത്ത് വേറെ ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും. എന്നാലേ രണ്ട് ലൈൻസ് പാരലൽ ആവുള്ളൂ. എക്സ് പ്ലസ് 14y പ്ലസ് k is equal to 0 ആണ് ഇക്വേഷൻ ഓഫ് ദ നോർമൽ. ഇനി കെയുടെ വാല്യൂടെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാം. അപ്പൊ കെയുടെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഓക്കെ, അപ്പൊ എന്തായാലും ഈ നോർമലിന്റെ സ്ലോപ്പ് എന്ന് പറയാമോ? ഈ നോർമലിന്റെ സ്ലോപ്പ്, അതായത് നോർമലിന്റെ ഇക്വേഷൻ എക്സ് പ്ലസ് 14y പ്ലസ് k is equal to 0 ആണ്. ഇതിന്റെ സ്ലോപ്പ് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ തന്നിരുന്നാൽ അതിന്റെ സ്ലോപ്പ് കാണുന്നത് സ്ലോപ്പ് ഓഫ് ദ നോർമൽ is equal to മൈനസ്
എ ബൈ ബി ആണ് അല്ലെ, എ ബൈ ബി. എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ ഒരു ഇക്വേഷൻ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് എ ബൈ ബി ആണ്. അതുപോലെ ഇവിടെ ചെയ്താൽ സ്ലോപ്പ് ഓഫ് ദ നോർമൽ ഇസ് ഈക്വൽ ടു മൈനസ് 1/14 എന്ന് കിട്ടും. ഓക്കെ, ഈ സ്ലോപ്പും ഈ ടാൻജന്റിന്റെ സ്ലോപ്പും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ നോർമലിന്റെ സ്ലോപ്പും ടാൻജന്റിന്റെ സ്ലോപ്പും കൂടി പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് എന്ത് വരും? -1 വരും. പിന്നെ ടാൻജന്റിന്റെ സ്ലോപ്പ് എടുക്കുക, ഇതാണ് ടാൻജന്റ്. ടാൻജന്റിന്റെ സ്ലോപ്പ് എടുത്താൽ നോക്കാം. ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്? dy by dx ആണ് അല്ലെ. dy by dx is equal to കർവിനകത്ത് നിന്ന് എഴുതാം 3x² + 2. അതാണ് ടാൻജന്റ്, സ്ലോപ്പിന്റെ ടാൻജന്റ് എന്ന് പറയുന്നത്, ടാൻജന്റിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ പടത്തിലോട്ട് നോക്കുകയാണെങ്കിൽ നോർമലിന്റെ സ്ലോപ്പ്, ഈ നോർമൽ ഇക്വേഷൻ ഈ ലൈനിന്റെ സ്ലോപ്പാണ് ഈ -1/14 എന്ന് വന്നത്. അതുപോലെ ടാൻജന്റിന്റെ സ്ലോപ്പാണ് നമുക്ക് വന്നത് 3x² + 2. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരണം? -1 വരണം അല്ലെ, രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് ആയതുകൊണ്ട്. which implies -1/14. അപ്പൊ ഇവിടെ നമുക്ക് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്ന് എഴുതണം. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആണ് dy by dx. അപ്പൊ -1/14 ഇൻറ്റു 3x² + 2, രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് വരുന്നത് -1 ആയിരിക്കും. അപ്പൊ നമുക്ക് മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്തുകൊണ്ട് 3x² + 2 എന്ത് വന്നു? 14 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ 3x² is equal to 14 - 2 which is equal to 12. x² is equal to 4 which implies x is equal to +or -2. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എന്താണ്? ആക്ച്വലി ഈ ഒരു പടത്തിൽ നിന്ന് ഇപ്പൊ കണ്ടുപിടിച്ചത് ഈ ഒരു പോയിന്റിന്റെ വാല്യൂ ആണ്, എക്സ് വാല്യൂ ആണ്. +2 വരാം, -2 വരാം. അപ്പൊ നമുക്ക് വേണ്ടത് കെയുടെ വാല്യൂ ആണ് അല്ലെ. കെയുടെ വാല്യൂ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞു. x + 14y + k = 0. അതിനകത്ത് എക്സ് വാല്യൂ കിട്ടി, ഈ y വാല്യൂ വേണം. എക്സും വൈയും കൂടി ഉണ്ടെങ്കിലേ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റൂ. നമുക്കിപ്പോൾ എക്സിന്റെ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത് +or -2. ഇനി y വാല്യൂ എങ്ങനെ കാണാം? y വാല്യൂ ഇങ്ങനെ കണ്ടാൽ മതി. വൈയുടെ ഇക്വേഷൻ ദാ തന്നിരിക്കുന്നു. ഈ കർവിലെ ഒരു പോയിന്റ് അല്ലേ ഇതും? ആ പോയിന്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എക്സ് കോർഡിനേറ്റ് +2 എന്നുള്ളത്. അപ്പൊ എക്സിന് +2 കൊടുക്കുമ്പോൾ വൈക്ക് ഒരു വാല്യൂ കിട്ടും, ആ പോയിന്റ് കിട്ടും. അതുപോലെ എക്സിന് -2 കൊടുക്കുമ്പോഴും വേറൊരു വാല്യൂ കിട്ടും. അങ്ങനെ 2 പോയിന്റ്സ് നമുക്ക് കിട്ടും. അപ്പൊ 2 പോയിന്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ കെ വാല്യൂ കാണാം. എന്തായാലും എക്സിന്റെ കാര്യം നമ്മുടെ കയ്യിലുണ്ട്. എക്സിന്റെ വാല്യൂ x + 2. x +2 ആകുമ്പോൾ x is equal to +2. വൈയുടെ വാല്യൂ എന്താണ്? ഈ കർവിന്റെ വാല്യൂ തന്നിരിക്കുന്നത് x³ + 2x + 6. അപ്പം വൈയുടെ വാല്യൂ നമുക്ക് 2 ഇട്ട് കൊടുക്കാം. 8, 4, 6 അല്ലെ, 18 എന്ന് കിട്ടി. അപ്പോൾ ഒരു പോയിന്റ് എന്താണ്? 218. അടുത്ത പോയിന്റ് എക്സിന്റെ വാല്യൂ -2 കൊടുക്കുവാണെങ്കിൽ y വാല്യൂ -8, -4 + 6. അത് എന്ന് പറയുന്നത് +2 - 6 വരും. ഓക്കെ, അപ്പൊ -2 -6 എന്ന രണ്ടാമത്തെ പോയിന്റ്. രണ്ട് പോയിന്റ് ഉണ്ട്. അപ്പൊ 2 പോയിന്റിനകത്തും നമുക്ക് ആ 2 പോയിന്റ് നോർമലിന്റെ ഇക്വേഷനിലേക്ക് കൊടുക്കാം. ഇക്വേഷൻ ഓഫ് ദ നോർമൽ. കാര്യം നോർമലും ഈ പോയിന്റ് കൂടി പാസ് ചെയ്യുന്നതാണ് അല്ലെ. മൂന്ന് കാര്യങ്ങളാണ് ഈ പോയിന്റ് കൂടി പാസ് ചെയ്യുന്നത്: കർവ്, ടാൻജന്റ്, നോർമൽ. നോർമലിന്റെ ഇക്വേഷൻ നമുക്ക് ഇവിടം വരെ പകുതി വരെ കിട്ടിയിരിക്കുകയാണ്. ഈ കെയുടെ വാല്യൂ കൂടെ മതി. ഇനി ആ ഒരു പോയിന്റ് നോർമൽ എന്ന് പറയുന്ന പോയിന്റും കൂടി ഇതിനകത്തൂടി പാസ് ചെയ്യുന്നത് കൊണ്ട് ഇക്വേഷൻ ഓഫ് ദ നോർമൽ ഈസ് എക്സിന് എന്ത് കൊടുക്കാം? എക്സിന് 2 കൊടുക്കാം പ്ലസ്, അപ്പോൾ ഇക്വേഷൻ എടുത്ത് എഴുതാം, x + 14y + k = 0. ഇതാണ് ഇക്വേഷൻ ഓഫ് ദ നോർമൽ ആയിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ് എന്ന വാല്യൂ 2 കൊടുത്തു. വൈയുടെ വാല്യൂ എന്ത് കൊടുക്കണം? 2 ആണെങ്കിൽ 18 ആണ് വൈയുടെ വാല്യൂ. അപ്പോൾ 14 × 18 + k = 0. ഇതിനകത്ത് നിന്ന് നമുക്ക് കെയുടെ വാല്യൂ -254 കിട്ടും. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടി. x + 14y - 254 = 0. ഇനി വേറെയും കെയുടെ വാല്യൂ കണ്ടുപിടിക്കാം. കാര്യം വേറൊരു പോയിന്റ് കൂടിയും ഇത് പാസ് ചെയ്യുന്നത് കൊണ്ട് വേറൊരു കണ്ടീഷൻ അങ്ങനെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 നോർമൽസ് ഉണ്ട്. അപ്പം -2 - 6 എന്ന പോയിന്റ് കൂടിയും പാസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അതും കൊടുക്കാം. -2 + 14 × -6
plus k is equal to 0. That is minus 2 minus 14 into 6 എന്ന് പറയുന്നത് 4, 7. 7 അല്ല 8. Plus k is equal to 0, which implies k is equal to 86. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? x plus 14y plus 86 is equal to 0. അപ്പോൾ രണ്ട് നോർമൽസ് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് these are the equations of the normal. 22 question. Find the equation of the tangent and normal to the parabola y square is equal to 4ax at the point 80 square plus 280. അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് ആണ് 80 സ്ക്വയർ 280 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കർവിന്റെ ഇക്വേഷൻ, അതായത് പരാബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y square is equal to 4ax. പോയിന്റും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ടാൻജന്റിന്റെയും ആ ടാൻജന്റിന്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള നോർമലിന്റെയും ഇക്വേഷൻ. ടാൻജന്റിന്റെ സാധാരണ നമ്മൾ എഴുതുന്നത് y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 എന്നാണ്. അപ്പോൾ y1നും x1നും പകരം വാല്യൂസ് ഉണ്ട്. 80 സ്ക്വയറും 280. 80 സ്ക്വയർ എക്സിന് കൊടുക്കാം, 280 വൈക്കും കൊടുക്കാം. ഈ സ്ലോപ്പ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? സ്ലോപ്പ് m ഇസ് ഈക്വൽ ടു dy by dx ഇസ് ഈക്വൽ ടു ആ ഒരു കർവ് ഡെറിവേറ്റീവ് എടുത്താൽ മതി അല്ലേ. y സ്ക്വയർ ഇസ് ഈക്വൽ ടു 4ax എന്ന കർവ് ഡെറിവേറ്റീവ് എടുക്കുക. 2y dy by dx ഇസ് ഈക്വൽ ടു 4a. അതിന് dy by dx എഴുതുമ്പോൾ 4a by 2y. അപ്പം അറ്റ് ദ പോയിന്റ് തന്നിട്ടുണ്ട്. അറ്റ് ദ പോയിന്റ് 80 സ്ക്വയർ 280. അതിനകത്തുള്ള m, അതായത് dy by dx എന്ന് പറയുന്നത് 4a by 2 ഇൻറ്റു വൈയുടെ വാല്യൂ 280. ദാറ്റ് ഈസ് 1/t ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ എമ്മും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് എന്ന് പറയുന്നത്. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് എന്ന് പറയുന്നത് ഏതാണ്? ഇതിനകത്ത് y1ന്റെ വാല്യൂ 280 കൊടുക്കുക, എമ്മിന്റെ വാല്യൂ 1/t കൊടുക്കുക, x1ന്റെ വാല്യൂ 80 സ്ക്വയർ കൊടുക്കുക. നമുക്ക് ഇക്വേഷൻ കിട്ടും. നമുക്ക് ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെയാണ് കിട്ടുന്നത്. x മൈനസ് ടി വൈ പ്ലസ് 80 സ്ക്വയർ ഈക്വൽ ടു 0 ആണ് ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ്. ഇനി ഇക്വേഷൻ ഓഫ് ദ നോർമൽ എന്ന് പറയുന്നതിന്റെ ഫോർമാറ്റ് y മൈനസ് y1 ഇസ് ഈക്വൽ ടു മൈനസ് 1/m ഇൻറ്റു എക്സ് മൈനസ് x1. ഇവിടെ എല്ലാ കാര്യങ്ങളൊക്കെ തന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ കിട്ടുന്ന ആൻസർ tx പ്ലസ് y ഇസ് ഈക്വൽ ടു 80 ക്യൂബ് പ്ലസ് 280 നോർമൽ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് ടാൻജന്റും നോർമലും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് വൈയുടെ കോഎഫിഷ്യന്റ് ആയി മാറും, വൈയുടെ കോഎഫിഷ്യന്റ് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയി മാറും, ഏതെങ്കിലും ഒരു സൈഡും മാറും. പ്ലസ് കെ ഇട്ട് കൊടുത്തും ചെയ്യാം. ആ കെ എന്ന് പറയുന്ന വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെയും ചെയ്യാം. നമുക്ക് പല രീതിയിലും ചെയ്യാം. Equation of the tangentum, equation of the normalum. Next one, 23rd question. Prove that the curves x is equal to y square and xy is equal to k cut at right angles if 8k square is equal to 1. ഇവിടെ രണ്ട് കർവിന്റെ കാര്യം പറയുന്നുണ്ട്. ആ രണ്ട് കർവും റൈറ്റ് ആംഗിൾ കട്ട് ചെയ്യുന്നു, അതായത് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ 8k square is equal to 1 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇവിടെയാണ് k കിടക്കുന്നത്. ഈ രണ്ടാമത്തെ ഇക്വേഷനാണ് k ഉള്ളത്. അപ്പോൾ 8k square is equal to 1 ആണെങ്കിൽ മാത്രം ഈ രണ്ട് കർവും റൈറ്റ് ആംഗിൾ കട്ട് ചെയ്യുന്നു എന്നാണ് മീനിങ്. നമുക്ക് ഇതിന്റെ ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. എക്സ് ആക്സിസ് y ആക്സിസ് വരച്ചു. എക്സ് ഇസ് ഈക്വൽ ടു y സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ കർവ് വരച്ചു. അതുപോലെ രണ്ടാമത്തെ കർവ് കട്ട് ചെയ്യുന്ന റൈറ്റ് ആംഗിൾ കട്ട് ചെയ്യുന്ന രണ്ടാമത്തെ കർവ് എക്സ് ഇസ് ഈക്വൽ ടു xy ഇസ് ഈക്വൽ ടു k എന്ന xy is equal to k എന്ന കർവ് റൈറ്റ് ആംഗിൾ കട്ട് ചെയ്യുന്നു. ആ പോയിന്റ് ആണ് കട്ട് ചെയ്യുന്ന ഈ പോയിന്റ്, അതായത് ഇന്റർസെക്ട് ചെയ്യുന്ന ആ പോയിന്റിന് നമുക്ക് എ ബി എന്ന് കൊടുക്കാം. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഈ കണ്ടീഷൻ നമുക്ക് കിട്ടണം. അതാണ് മീനിങ്. അപ്പൊ നമുക്കിത് ഈ ഒരു എ ബി എന്ന ഇന്റർസെക്റ്റിംഗ് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ടാൻജൻസും എന്തായിരിക്കും? ടാൻജൻസും പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ, പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഓരോ കർവിന്റെയും ടാൻജന്റ് എടുത്തിട്ട് അതിന്റെ സ്ലോപ്പ് കാണാം. ആ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് -1 എന്ന് കൊടുക്കാം. അപ്പൊ നമുക്ക് ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് കർവ് എടുക്കാം. xy is equal to k. xy is equal to k യിലെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് നോക്കാം. സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അത് ഡെറിവേറ്റീവ് എടുത്താൽ മതി അല്ലെ. x ഇൻറ്റു dy by dx പ്ലസ് y ഇൻറ്റു 1 is equal to k യുടെ ഡെറിവേറ്റീവ് 0.
അപ്പോൾ നമ്മുടെ അതിന് dy by dx എന്ത് വരും? dy by dx is equal to minus y by x. ഏത് പോയിന്റിലെ സ്ലോപ്പ് ആണ് നോക്കുന്നത്? അറ്റ് എ ബി എന്ന പോയിന്റിലെ സ്ലോപ്പ്. ദാറ്റ് ഈസ് dy by dx. ആ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് ബി ബൈ എ. അതവിടെ കിടന്നോട്ടെ, 1 എന്ന നമ്പർ ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ കർവ് നോക്കാം. y സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ്. അതിന്റെ സ്ലോപ്പ് എടുക്കുന്നതിന് ഡെറിവേറ്റീവ് എടുത്താൽ മതി. 2y dy by dx is equal to 1. dy by dx is equal to 1 by 2y. അതും ഇതേ പോയിന്റിലാണ്, അറ്റ് എ ബി എന്ന പോയിന്റിലാണ് അവിടുത്തെ സ്ലോപ്പ് നോക്കേണ്ടത്. അവിടുത്തെ സ്ലോപ്പ് എന്ന് പറയുന്നത് 1 by 2b ആണ്. എക്സിന് കൊടുക്കാൻ പോയിന്റ് ഇല്ല, വേരിയബിൾ ഇല്ലാത്തത് കൊണ്ട് ആ സ്ലോപ്പ് 1 by 2b ആയിരിക്കും. അപ്പൊ നമുക്ക് 2 പോയിന്റ് കിട്ടി. രണ്ടാമത്തെ നമ്പർ ആയിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഫസ്റ്റ് സ്ലോപ്പ് dy by dx എന്ന് പറയുന്നത് ഫസ്റ്റ് കർവിന്റെ, അതായത് xy ഈക്വൽ ടു k എന്ന കർവിന്റെ സ്ലോപ്പ് ആണ്, അറ്റ് ദ പോയിന്റ് എ ബി. അതുപോലെ ഇതെന്ന് പറയുന്നത് y സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് എന്ന കർവിന്റെ സ്ലോപ്പ് ആണ്. ഇത് 1 by 2b അറ്റ് ദ പോയിന്റ് എ ബി. അപ്പൊ ഈ രണ്ട് സ്ലോപ്പും കൂടി പ്രോഡക്റ്റ് എടുത്താൽ എന്ത് വരും? -1 വരും. കാര്യം രണ്ടും പരസ്പരം പെർപെൻഡിക്കുലർ ആണ്. ഈ കർവുകൾ കട്ട് ചെയ്യുന്നെങ്കിൽ, പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്നെങ്കിൽ അതിന്റെ ടാൻജൻസും പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യും. അപ്പൊ ആ റീസൺ അവിടെ എഴുതുക. റീസൺ എഴുതി കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം, അതായത് റീസൺ എന്ന് പറഞ്ഞാൽ കർവ് പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യുന്നെങ്കിൽ അതിന്റെ ടാൻജൻസും പെർപെൻഡിക്കുലർ ആയിട്ട് കട്ട് ചെയ്യും എന്ന് കഴിഞ്ഞിട്ട് വിച്ച് ഇംപ്ലൈസ് പ്രോഡക്റ്റ് ഓഫ് ദർ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു -1. അല്ലെ, രണ്ടെണ്ണം പെർപെൻഡിക്കുലർ ആണ്, പരസ്പരം പെർപെൻഡിക്കുലർ ആണെങ്കിൽ അവരുടെ സ്ലോപ്പിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പ്രോഡക്റ്റ് കിട്ടിയത്? 1ൽ നിന്നും 2ൽ നിന്നും അതിന്റെ സ്ലോപ്പ് കിട്ടിയത് -b by aയും 1 by 2b. -b by a into 1 by 2b. ഇവർ രണ്ടിന്റെയും കൂടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് -1 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതെങ്ങനെ എഴുതാം? മൈനസ് ക്യാൻസൽ ചെയ്ത് പോയി b is equal to 2ab എന്ന് എഴുതാം. b അപ്പുറത്തെ ക്യാൻസൽ ചെയ്യാം. 2a is equal to 1 എന്ന് എഴുതാം. a is equal to 1 by 2. അപ്പൊ a is equal to 1 by 2 എന്ന് കിട്ടി. നമ്മുടെ കയ്യിൽ 2 പോയിന്റ് കർവാണുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? y സ്ക്വയർ is equal to എക്സും xy is equal to k. ഇത് രണ്ടിൽ കൂടിയും എന്ത് പാസ് ചെയ്യുന്നുണ്ട്? എ ബി എന്ന പോയിന്റ് പാസ് ചെയ്യുന്നുണ്ട്. ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണ് എ ബി എന്ന് എടുത്തത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തിട്ട് വൈയുടെ വാല്യൂവും കൂടെ എഴുതാം. അതായത് എക്സ് സെൻസ് എ ബി passes through first equation y square is equal to x. അതിനകത്തൂടെ പാസ് ചെയ്യുന്നത് കൊണ്ട് എക്സിന് എ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ വൈയുടെ വാല്യൂ y സ്ക്വയർ ഇസ് ഈക്വൽ ടു എ വരും. y ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് എ. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് എന്താ വന്നിരിക്കുന്നത്? 1 by 2 ആണ് വന്നത്. അപ്പൊ വൈയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് റൂട്ട് 1 by 2. ഓക്കെ, അല്ലെങ്കിൽ 1 by root 2. അങ്ങനെ എഴുതാം. പ്ലസ് ഓർ മൈനസ് 1 by root 2 എന്നുള്ള വാല്യൂവും കിട്ടി. അപ്പൊ പോയിന്റ് എങ്ങനെയാണ് വന്നത്? ഇന്റർസെക്റ്റിംഗ് പോയിന്റ് വന്നത് 1 by 2, 1 by root 2 or 1 by 2 minus 1 by root 2. അപ്പൊ ഇങ്ങനെ രണ്ട് പോയിന്റ്സ്, ഇന്റർസെക്റ്റിംഗ് പോയിന്റ് നമുക്ക് വന്നു. ആ കർവുമായിട്ട് വരുന്ന ഇന്റർസെക്റ്റിംഗ് പോയിന്റ്. ഇനി നമ്മുടെ കണ്ടീഷൻ 8k² is equal to 1 എന്ന് കിട്ടണം. അത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ എടുക്കാം. xy is equal to k. Since these points അല്ലെ, ഈ പാസസ് ത്രൂ, ഈ പോയിന്റ്സ് എന്തിൽ കൂടിയും പാസ് ചെയ്യുന്നുണ്ട്? രണ്ടാമത്തെ ഇക്വേഷൻ ഇന്റർസെക്റ്റിംഗ് പോയിന്റ് ആണ്. xy is equal to k യിലൂടെയും പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എക്സിന് പകരം എന്ത് കൊടുക്കുന്നു? 1 by 2 കൊടുക്കുന്നു. ഇൻറ്റു വൈയുടെ പകരം 1 by root 2 കൊടുക്കുന്നു. ആദ്യത്തെ ഈ പോയിന്റ് എടുത്ത് കൊടുക്കാം. is equal to k. That is equal to k is equal to 2 root 2. k is equal to അല്ല, k into ഇങ്ങോട്ടേക്ക് പോവും അല്ലേ. 2 root 2 k is equal to 1. ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്യാം. 2നെ സ്ക്വയർ ചെയ്യുമ്പോൾ 4, root 2ന്റെ സ്ക്വയർ 2, kയുടെ സ്ക്വയർ k square is equal to 1ന്റെ സ്ക്വയർ 1. That is 8k² is equal to 1 എന്നൊരു കണ്ടീഷൻ കിട്ടി. ഇത്രയും നമുക്ക് എഴുതിയാൽ മതി. എന്നിരുന്നാലും -1 by 2 കൂടെ ഒന്ന് കൊടുത്താൽ x into, that is 1 by 2 into -1 by root 2 is equal to k. അതും k is equal to -2 root 2 വരും. തെറ്റിപ്പോയി, k ഇല്ല. -1 is equal to 2 root 2 k. വീണ്ടും അത് സ്ക്വയർ ചെയ്യുമ്പോൾ 1 is equal to 8k². അപ്പൊ രണ്ട് രീതി ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു കണ്ടീഷൻ കിട്ടും. ഓക്കെ, അപ്പൊ ആ കോമൺ പോയിന്റ് എടുത്തതിന് ശേഷം അതിന്റെ രണ്ട് കർവിന്റെയും
സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് എടുത്തു. ആ രണ്ട് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റിന്റെ പ്രോഡക്റ്റ് -1 ആണെന്ന് എടുത്തു. നമുക്ക് പോയിന്റ് കണ്ടുപിടിച്ചു. ഫസ്റ്റ് ഇക്വേഷൻ വെച്ച് പോയിന്റ് കണ്ടുപിടിച്ചു. സെക്കൻഡ് ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് കണ്ടീഷൻ കിട്ടും. Next question, find the equation of the tangent to the curve y is equal to root of 3x minus 2 which is parallel to the line 4x minus 2y plus 5 is equal to 0. ഇത്തരം ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ചെയ്തതാണ്. ഒന്നുകൂടെ നോക്കാം. നമ്മൾ ഫിഗർ വരച്ച് ചെയ്താൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവും. എക്സ് ആക്സ് വൈ ആക്സ് വരയ്ക്കുക. തന്നിരിക്കുന്ന കർവ് ഏതെങ്കിലും ഒരു കർവ് വരച്ചാൽ മതി. y is equal to root of 3x minus 2 എന്നുള്ള കർവ് which is parallel to the ഈ കർവിന്റെ കൂടെയുള്ള ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് അതിനകത്ത് വരയ്ക്കുന്ന ടാൻജന്റിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ടാൻജന്റ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് പാരലൽ ടു ദ ലൈൻ, വേറൊരു ലൈനിന് പാരലൽ ആണ്. ആ ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 4x minus 2y plus 5 is equal to 0. ഈ ടാൻജന്റിന്റെ ഇക്വേഷൻ, ഇതിന് പാരലലായി വരുന്ന ടാൻജന്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഈ ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് നമുക്ക് ഒറ്റയടിക്ക് എഴുതാം. എങ്ങനെ എഴുതാം? ഇക്വേഷൻ ഓഫ് ദ ടാൻജന്റ് is equal to, ഇതിന്റെ പാരലൽ ആയതുകൊണ്ട് എക്സും വൈയുടെയും കോഎഫിഷ്യൻസ് ഒക്കെ ഒരുപോലെ വരും. 4x minus 2y കോൺസ്റ്റന്റ് മാത്രമേ ഉള്ളൂ വ്യത്യാസം, പ്ലസ് k is equal to 0. ഈ k കണ്ടുപിടിക്കണമെങ്കിൽ ഇതിന്റെ ഒരു പോയിന്റ് കണ്ടുപിടിക്കണം. ഈ പോയിന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് ആ പോയിന്റ് എക്സിനും വൈക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് കെയുടെ വാല്യൂ കാണാം. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്തായാലും ഇക്വേഷൻ നോക്കാം. ഇതാണ് കർവ്. y is equal to root of 3x minus 2. ഇതിന്റെ സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് കാണാമല്ലോ. കാണാം. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് dy by dx ആണ് അല്ലെ. dy by dx എഴുതുമ്പോൾ 1 by root of 3x minus 2 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 1 by 2 root of 3x minus 2, പിന്നെ 3x minus 2ന്റെ ഡെറിവേറ്റീവ്. ഓക്കെ, which is equal to 3 by 2 root of 3x minus 2. ഇതാണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് അറ്റ് ദ പോയിന്റ് ദിസ് പോയിന്റ്. ആ പോയിന്റിലെ, അതായത് ഈ ഇക്വേഷൻ ഇങ്ങനെയാണ് വന്നേക്കുന്നത്. 4x minus 2y plus k is equal to 0. ഈ ഇക്വേഷൻ ടാൻജന്റിന്റെ സ്ലോപ്പ് അല്ലാതെ രീതി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ax plus by plus c equal to 0 എന്ന സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പ് is equal to minus a by b. സ്ലോപ്പ് ഓഫ് ദ ടാൻജന്റ് വേറൊരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം, മൈനസ് a by b വെച്ചിട്ട്. അപ്പൊ മൈനസ് a by b വെക്കുമ്പം -4 by -2 അല്ലെ, ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടി. അപ്പൊ ഇതിന് ഇക്വേറ്റ് ചെയ്യാം, 2 ആയിട്ട് ഇക്വേറ്റ് ചെയ്യാം, which implies 3 by 2 root of 3x minus 2 is equal to 2. നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ ചെയ്യാം? 4 root 3x minus 2 is equal to 3 എന്ന് വന്നു. ഇനി സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്കും 3x minus 2 എന്ത് വരും? 9 by 16 വരും. That is, which implies 3x is equal to 9 by 16 plus 2, which is equal to 41 by 16 എന്ന് വരും. എന്നിട്ട് എക്സിന്റെ വാല്യൂ വരുന്നത് 41 by 48 ആണ്. ഈ വാല്യൂ എടുത്ത് എവിടെ കൊടുത്താൽ മതി? ഫോർ എക്സ്, നമ്മളിത് ഈ ഒരു എക്സ് വൈ എന്ന പോയിന്റിലെ എക്സ് ആണ് കണ്ടുപിടിച്ചേക്കുന്നത്. അങ്ങനെ എ ബി എന്ന് കൊടുത്താലും മതിയായിരുന്നു, ഇങ്ങനെയായാലും പ്രശ്നമില്ല. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. വൈയുടെ വാല്യൂ ഇതാ ഇവിടുന്ന് കിട്ടും. വൈയുടെ ഈ എക്സിന്റെ വാല്യൂല് 41 by 48 ഇട്ട് കൊടുത്താൽ വൈക്ക് ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. വൈ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് y വാല്യൂ is equal to 3 by 4 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് since substitute x value in y is equal to root of 3x minus 2 ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 3 കിട്ടും. അതായത് ആ പോയിന്റ് എന്ന് പറയുന്നത് ഏത് പോയിന്റ് ആണ്? ഈ ഏത് പോയിന്റിലാണോ ടാൻജന്റ് വരച്ചിരിക്കുന്നത് ആ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പോയിന്റ് ആണ്, എക്സ് വൈ ആണ്. 41 by 48, 3 by 4 എന്ന പോയിന്റ്. ആ പോയിന്റ് ഇതിലേക്ക് കൂടി പാസ് ചെയ്യുന്നു. സിൻസ് ദിസ് പാസസ് ത്രൂ ദിസ് പോയിന്റ് passes through the tangent അല്ലെ. ടാൻജന്റിന്റെ ഇക്വേഷൻ നമുക്ക് പകുതി കിട്ടിയിരിക്കുകയാണ്. കെയുടെ വാല്യൂ കൂടെ കണ്ടാൽ മതി. ടാൻജന്റ് 4x minus 2y plus k is equal to 0. അപ്പൊ നമുക്ക് ഇതിന് എക്സിന്റെ വാല്യൂന് 41 by 48 കൊടുക്കാം. 4 into 41 by 48 minus 2 into 3 by 4
പ്ലസ് കെ ഇസ് ഈക്വൽ ടു 0. ഇതിനകത്തുനിന്ന് കെയുടെ വാല്യൂ നമുക്ക് വരുന്നത് നോക്കാം. കെയുടെ വാല്യൂ -23/12 കിട്ടി. നമുക്ക് ഇക്വേഷൻ വരുന്നത് 4x - 2y -23/12 is equal to 0. ഇനി ഒന്നും കൂടി 12 വെച്ച് മൊത്തത്തിൽ ഗുണിച്ചെഴുതാം. 12 വെച്ച് ഓരോ ടേം വെച്ച് ഗുണിക്കുമ്പോൾ ഇതാണ് വരുന്നത്. 48x - 24y - 23 is the required answer, which is the equation of the tangent. നമുക്ക് ടാൻജന്റ് ആൻഡ് നോർമൽസ് എന്നുള്ള സെക്ഷൻ കുറച്ച് ലെങ്തി ആയിട്ട് തോന്നും, കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ആദ്യം തോന്നും. പക്ഷെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതായത് ഇക്വേഷൻ എവിടേക്കാണ്, എന്തിനേക്കാണ് വരുന്നത്, എന്തിനേക്കാണ് നമ്മൾ നോർമൽസ് എന്ന് വിളിക്കുന്നത്, ഇവർ പരസ്പരം പാരലൽ ആകുമ്പോഴും പെർപെൻഡിക്കുലർ ആകുമ്പോഴുമുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, രണ്ടൊന്ന് പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഏതൊക്കെ രീതിയിൽ മറിച്ചും തിരിച്ചും ചോദിച്ചാലും നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം അത് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. 2-3 തവണ കണ്ടിന്യൂസ് ആയിട്ട് എക്സസൈസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ആദ്യം നോക്കി എഴുതി നോക്കുക, പിന്നിട്ട് കാണാതെ എഴുതാൻ പറ്റുന്നോ നോക്കുക. അതായത് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സ്റ്റെപ്പുകൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നോ നോക്കുക. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു നോക്കിയാൽ മാത്രമേ അത് നമ്മുടെ മനസ്സിലേക്ക് വരികയുള്ളൂ. അപ്പൊ അതിന് ആദ്യം വേണ്ടത് കൺസെപ്റ്റ് ക്ലിയർ ആക്കുക. കൺസെപ്റ്റ് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ.